ഓം ആത്മോപദേശശതകം ശ്ലോകം 95. ആത്മസ്വരൂപികളെ പ്രണാമം പ്രണാമം. വിശ്വമഹാഗുരു ശ്രീനാരായണ ദേവൻ രചിച്ച വിശ്വോത്തരമായ ദാർശനിക കൃതി ആത്മോപദേശശതകം. അതിലെ 95-ാമത്തെ ശ്ലോകം ഇന്ന് നമുക്ക് അല്പസമയം മനന വിഷയമാക്കാം. വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം, ഇവളിവളിങ്ങവതീർണയായിടും തന്നവയവം അണ്ഡകടാഹകോടിയാകും. അർത്ഥാത് വിപുലതയാർന്ന, ആദ്യന്തങ്ങളില്ലാത്ത തരത്തിൽ വിസ്തൃതമായ വിനോദവിദ്യ, വിനോദത്തിനുള്ള ഒരു വഴി മാത്രമാണ് ഈ പ്രപഞ്ച പ്രതിഭാസം. മായാവ്യവഹിതയായി, മായയിൽ ഉൾച്ചേർന്ന് വിലാസം ചെയ്യുന്ന വിശ്വവീര്യമാണ് ഇവൾ, അതായത് മായ. ഇവൾ ഇങ്ങ് ഈ വിശ്വവീര്യം ഇവിടെ പ്രപഞ്ചരൂപത്തിൽ അവതീർണയായിത്തീരുന്നു, അവതരിക്കുന്നു. തൻ അവയവം, ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ്, അണ്ഡകടാഹകോടിയാകും. ഈ അണ്ഡകടാഹകോടിയായ വിശ്വം മുഴുവനും എന്ന് വാക്കിൻ്റെ അർത്ഥം. ഉലകവും ഉള്ളതും സത്യമായിരിക്കുന്ന അനിർവചനീയത ശ്ലോകം 94 നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞു. ഈ ലോകമായി കാണുന്നത് എന്താണെന്ന് ശ്ലോകം 95 വ്യക്തമാക്കുന്നു. ആത്മാവ് അതിരറ്റതും അതിവിപുലവുമാണ്. അത് ആനന്ദസ്വരൂപമാണ്. സ്വയം ആനന്ദിക്കാനുള്ള ത്വര അതിനുണ്ട്. അത് ചിത് സ്വരൂപമാണ്. അത് വിദ്യയായും അവിദ്യയായും പ്രവർത്തിക്കുന്നു. സദാപി പ്രവൃത്തിനിരതയായിരിക്കുന്ന സ്വഭാവമാണ് മായയ്ക്കുള്ളത്. മറ്റൊരു വിധത്തിൽ തിരിച്ചു പറയുകയാണെങ്കിൽ, മായയാലാണ് ആത്മാവിൽ വിശ്വം ഉള്ളതുപോലെ തോന്നുന്നത്. വിശ്വത്തെ വെളിപ്പെടുത്താനുള്ള ആത്മാവിൻ്റെ ശക്തിയാണ് വിശ്വവീര്യം. അത് അനിർവചനീയമാണ്. അതിനെ മായയിൽ നിന്നും മാറ്റി നിർത്താൻ വിഷമമാണ്. വിശ്വവീര്യം ആത്മാവിൻ്റെ വിനോദവിദ്യയാണ്. അത് മായ എന്ന സ്ത്രീയാണ്. അവരുടെ ശരീരമാണ് അണ്ഡകടാഹകോടി. അതിലൊരു ബിന്ദുവാണ് ഞാൻ
നമ്മൾ ഓരോരുത്തരും. ശ്രദ്ധിക്കുക, ചിന്തിച്ചാലും സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാണ് മനുഷ്യ സൃഷ്ടി. ശാസ്ത്രജ്ഞനേക്കാൾ സർവചിത്തനായ വേദാന്തി ഈ വിപുലതയെ മായാവ്യവഹതയായി വിലസുന്ന വിശ്വവീര്യത്തിൻ്റെ വിനോദവിദ്യയെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഗുരു പ്രപഞ്ചരഹസ്യവും സൃഷ്ടിതത്വവും വെളിപ്പെടുത്തിയിരിക്കുന്നു. മായ എന്നത് ഒരു വസ്തുവല്ല, സ്ത്രീയോ ദേവിയോ ദുർദേവതയോ ഒന്നുമല്ല. ദാർശനികന്മാർ വളർത്തിയെടുത്ത ഒരു പാരിഭാഷികമായ പ്രക്രിയയാണ് മായ. ശ്രദ്ധിച്ചാലും 15-ാം ശ്ലോകം മായയെ അപരപ്രകൃതിയായി കണ്ടു. അറിവിനെ മറച്ചു വയ്ക്കുന്ന ഒരു ആവരണമാണ് മായ. 19-ാം ശ്ലോകത്തിലും 51-ാം ശ്ലോകത്തിലും മായയെ ദ്വൈതബോധമുണ്ടാക്കുന്ന ഒരു പ്രവണതയായി പറയുന്നു. അത് അഹന്തയും ഇദന്തയും ഉണ്ടാക്കുന്നു. 54-ാം ശ്ലോകം മായ ഉണർവും ഉറക്കവും മാറി മാറി വരുത്തുന്നതിനിടയാകുന്ന പ്രകൃതി സ്വഭാവമാണ് എന്ന് പറയുന്നു. 57-ാം ശ്ലോകത്തിൽ മായാകല അഥവാ മായകല ഭവസാഗരത്തിലെ കർമ്മങ്ങൾക്കെല്ലാം കാരണമായി മറഞ്ഞു കിടക്കുന്ന കല്യയാണ് മായകല. 58-ാം ശ്ലോകത്തിൽ മായ വ്യാവഹാരിയായ ഒരുവൻ്റെ വ്യർത്ഥമായ കണക്കുകൂട്ടലാണ് എന്ന് കരുതുന്നു. അത് അനാദിയായ ലീലയാണ് എന്ന് 71-ാം ശ്ലോകം പറയുന്നു. 78-ാം ശ്ലോകത്തിൽ മായയ്ക്ക് വളരെ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നു. 87-ാം ശ്ലോകം മായ അവാച്യമാണ് എന്ന് പ്രസ്താവിക്കുന്നു. 94-ാം ശ്ലോകത്തിൽ മായ ഉലകിനെയും ഉന്മയെയും പാരസ്പര്യപ്പെടുത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. പുരുഷാർത്ഥപ്രകാരം മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. എന്നാൽ ഐഹിക ജീവിതത്തിൽ ഒരു ജ്ഞാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈനംദിന ജീവിതത്തെ വിപുലതയാർന്ന വിനോദവിദ്യയായിട്ട് കാണുക എന്നുള്ളതാണ്. മോക്ഷത്തിൻ്റെ അധ്യക്ഷൻ ഈശ്വരനാണ്. ജീവിതത്തിലെ ശോകാന്ത നാടകങ്ങളുടെയും ഹാസ്യപ്രഹസനങ്ങളുടെയും ഹർഷോന്മാദത്തിൻ്റെയും അധിനായിക മായയാണ്. ആത്മഭാവങ്ങളെ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ശാസ്ത്രജ്ഞനും തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനും ഒരുപോലെ ഒരു വെല്ലുവിളിയാണ് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്ത.
ഉത്തരം വേദാന്ത ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഉദാഹരണം ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം മുതൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം വരെ ഇതിന് തെളിവാണ്. മഹാഭാരതത്തിലെ ശാന്തി പർവം പറയുന്നു, തമസ്സിനകത്തൊരു തമസ്സാകുന്നു, തമസ്സിനകത്തൊരു തമസ്സെന്നത് പോലെ ആദിയിൽ ജലം സൃഷ്ടിച്ചു. ഉപനിഷത്ത് പറയുന്നു മായയാണ് പ്രപഞ്ചോത്പത്തിക്ക് കാരണമെന്ന്. പുരാണങ്ങളിൽ പറയുന്നത് ദേവിയാണ് സൃഷ്ടിക്ക് കാരണം എന്ന്. രാമാനുജാചാര്യൻ പറയുന്നു ദേവിയുടെ അവയവങ്ങളാണ് ഈ സൃഷ്ടിജാലങ്ങളെല്ലാം. ശ്രീനാരായണ ഗുരു പറയുന്നു സൃഷ്ടിക്ക് കാരണം ദൈവമാണ്. ആത്മഭാവങ്ങളെ ചിന്തിക്കുക. തിന്മ എങ്ങനെ ഉണ്ടാകുന്നു? ഉത്തരമില്ല. ചിലർ ദൈവത്തെ ഉപാദാന കാരണമായി കാണുന്നു, മറ്റു ചിലർ നിമിത്ത കാരണമായിട്ടാണ് ദൈവത്തെ ചിന്തിക്കുന്നതും കാണുന്നതും. ഒരു ലീല എന്ന വണ്ണം ദൈവം എല്ലാം സൃഷ്ടിക്കുന്നു എന്ന ആശയവും പ്രചാരത്തിലുണ്ട്. പരമ്പൊരുൾ നിഷേധാത്മകമോ പ്രഭാവാത്മകമോ അല്ല. ശ്ലോകം 94 ജ്ഞാനമീമാംസാപരമായതിനെ ലംഘിച്ചിട്ടില്ല. നിഷേധാത്മകമായ തത്വമാണ് അവിദ്യയെന്ന് വ്യക്തമാക്കി. പ്രപഞ്ചകാരണം ആ മായയുടെ തമസ്വഭാവത്തിന് നിരക്കാത്തതാണ്. വിലസുന്ന വിനോദവിദ്യ, വിപുലതയാർന്ന വീര്യം എന്നിങ്ങനെയുള്ള വിശേഷണ പദങ്ങൾ സർജനക്രിയയുടെ എല്ലാം മൂലകാരണം ബ്രഹ്മാണ്ടമാണ്. ഭാരതത്തിലെ നൈയായികന്മാരും വൈശേഷികന്മാരും പരമാണുവാണ് പ്രപഞ്ചസത്തയുടെ ആദ്യ കാരണമെന്ന് പറയുന്നു. ഇത് ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്കും സമ്മതമാണ്. സംസ്കൃത ഭാഷയിൽ ഈ വിശ്വത്തെ മുഴുവനും കൂടി വിളിക്കുന്ന പദമാണ് ബ്രഹ്മാണ്ഡകടാഹം എന്നത്. ആത്മഭാവങ്ങളെ, സ്നേഹസ്വരൂപരെ, വളരെ ഗഹനമായ ആശയമാണ് 95-ാം ശ്ലോകം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഭവാന്മാർ, ദിവ്യത്വമുള്ള ശ്രോതാക്കൾ, ജിജ്ഞാസുക്കൾ വീണ്ടും വീണ്ടും വായിക്കുക, ചിന്തിക്കുക, മനനം ചെയ്യുക. കുറച്ച് ആശയമെങ്കിലും നമ്മളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു കാണാം. സ്വസ്തി, സുഖം, സന്തു, മംഗളശതാനി.